പ്ലീസ് ഡോക്ടറെ, ഞാൻ ഡോക്ടറുടെ കാല് പിടിക്കാം. എൻ്റെ വൈഫിനെ ഒന്ന് വിളിക്കാനാ. പ്ലീസ് എന്നെ കൈ എഴിയരുത്. എനിക്ക് നല്ല പേടിയുണ്ട്. കുഴപ്പമാവോ? എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. എന്നെ ഒന്ന് സഹായിക്കുക ഡോക്ടറെ. ഒറ്റ കോൾ ചെയ്താൽ മതി എനിക്ക്. റിസ്കാ. എന്നാലും ഞാൻ ഫോൺ തരാം. ആവട്ടെ, ഇത് കോള് പോകുന്നില്ല. ബെല്ലുണ്ട്. ശിവാനി ഇതവിടെ പോയി. നടക്കണോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ നാടകാഭിനയത്തിന് സ്റ്റേജിൽ കയറിയതാ. അതാണ് എൻ്റെ മുൻ പരിചയം. പെർഫോമൻസിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഡോക്ടർ കലക്കി. ഈ പണിയൊക്കെ കളഞ്ഞ അഭിനയത്തിലേക്ക് ഇറങ്ങിയ ഒരു സൂപ്പർ സ്റ്റാറിനെ കൂടി മലയാള സിനിമയ്ക്ക് കിട്ടും. ഡോക്ടറെ, ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിച്ചു. സോറി കേട്ടോ. ഏയ്, അതൊന്നും സാരമില്ല. പണ്ടുള്ളവര് പറയാറില്ലേ, ആട്ടത്തിനിടയിലുള്ളതായി കാലുപോക്കലെന്ന്. ഞാൻ CK സാറിനെ ഒന്ന് വിളിക്കട്ടെ. ആ ഫോൺ ഞാൻ. അങ്കിളെ, ആന്റി, രണ്ടാളും ജ്യൂസ് എടുക്ക്. നീ എന്തിനാ മോളെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പോയേ? ഞാനേ എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ കയറിയതാ. അപ്പൊ പിന്നെ അങ്കിളിനും ആന്റിക്ക് ഓരോന്ന് എടുക്കാന്ന് വെച്ചു. ദേ നോക്ക് CKC, ഈ ശിവാനി ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത് തീരെ കുറവാ. ഈ കണക്കിന് പോയ പ്രണവ് തിരിച്ചു വരുമ്പോഴേക്കും ഇവൾ ആശുപത്രിയിലാവും. മോളെ ഒരു മിനിറ്റ് നിന്നെ. ഹലോ ഡോക്ടർ, എന്തായി കാര്യങ്ങൾ? പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പിന്നെ ആള് നല്ല വീക്കാ. നിർബന്ധിച്ചിട്ടായാലും ഭക്ഷണം കൊടുക്കണം. ആ, അതൊക്കെ ഞാൻ അവന്മാരോട് പറഞ്ഞോളാം. ആ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചത്തുപോകൊന്നുമില്ല, അങ്ങനെ പേടിക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ വർക്കൗട്ടായില്ലേ? പിന്നെ വർക്കൗട്ട് ആവാതെ? ഞാൻ ഗൗതമിന്റെ ആളാണെന്നും നിധി പറഞ്ഞു വിട്ടിട്ടാണ് ഇവിടെ വന്നതെന്നും ചാവാതെ നോക്കുക എന്നതാണ് എന്റെ ഡ്യൂട്ടി എന്നും കൃത്യമായി ആ പൊട്ടനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. ഇടയ്ക്ക് പോയി ഒന്ന് നോക്കിക്കൊള്ളണം. അതിനെന്താ സാർ, ഒരു കോള് ചെയ്താൽ മതി, ഞാനിങ്ങെത്തിക്കോളാം. ആ ശരിയെങ്കിൽ. ആ, മോളോട് നിൽക്കാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? ജ്യോതിർമയി പറഞ്ഞത് സത്യമാണോ മോളെ? നീ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിലേ, പക്ഷേ എല്ലാത്തിനും മനസ്സിനൊരു സ്വസ്ഥത വേണ്ടേ? നീ അങ്കിളിനെ വിശ്വസിക്കേ. എന്ത് സംഭവിച്ചാലും പ്രണവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതോർത്ത് നീ വിഷമിക്കണ്ട. വെറുതെ ഭക്ഷണം കഴിക്കാതിരുന്ന ആപത്തൊന്നും വരുത്തി വെക്കരുത്, കേട്ടല്ലോ? ചെല്ല്, റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. ഡോക്ടർ എന്തു പറഞ്ഞു? ഏൽപ്പിച്ച കാര്യങ്ങൾ ഡോക്ടർ നല്ല വെടിപ്പായി ചെയ്തിട്ടുണ്ട്. അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രണവിന്റെ മനസ്സിലേക്ക് ഗൗതമിനും നിധിക്കെതിരെയുള്ള വിഷം കുത്തിവെച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അവന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും അവർക്ക് അനുകൂലമായൊരു ചിന്തയുണ്ടായ ആ ചിന്തയെ തല്ലിക്കെടുത്താൻ പാകത്തിന് അടുത്ത പ്രയോഗം നടത്തി കൊടുക്കണം. കറക്റ്റാണ്. എങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രണവിനെ നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടി വന്നാലും ഗൗതമനെ നിധിയും പ്രണവ് ആജന്മ ശത്രുവായി തന്നെ കാണും. ആരോ വിളിച്ചിരിക്കുന്നല്ലോ. ഇനി ചിലപ്പോ ആരുടെങ്കിലും ഫോൺ ഒപ്പിച്ച് പ്രണവ് വിളിച്ചതായിരിക്കോ? ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കാം.
പവിത്ര, ആ ചെറുക്കന്റെ വൈഫ് തിരിച്ചു വിളിക്കുന്നുണ്ട്. ഡോക്ടർ എടുക്കാൻ പോണ്ട, കട്ട് ചെയ്തേക്ക്. എടുക്കാതിരിക്കുന്ന മര്യാദയോടല്ലേ? അറ്റൻഡ് ചെയ്തേക്കാം. ഡോക്ടർ എന്തായി പറയാൻ പോകുന്നത്? ഹലോ, ഇതാരാ? എന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്നായിരുന്നു.